ഹേ ഗായ്സ്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മുടെ മാതാ റെസ്റ്റോറൻറ്റിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് കലൂർ കത്രിക്കടവ് റോഡിൽ ഓപ്പൺ ചെയ്ത കാര്യം? എന്നതെ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം അറിഞ്ഞോളൂ കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ പ്രാവശ്യം അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പഴയ റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പം അവിടെ തീരെ സ്പേസ് ഉണ്ടായിരുന്നില്ല പാർക്കിങ്ങിനും ഡൈനിങ്ങിനും ഒന്നും. പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം അവർ മാറ്റിയിട്ട് ഫുൾ സ്പേസോട് കൂടെയുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് ആണ്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ മെയിൻ ഡിഷ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുട്ടും ബീഫ് കറിയുമാണെന്ന്. കാരണം ഗൈസ്, അവിടുത്തെ പുട്ടും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും വന്ന് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് അവിടുത്തെ പുട്ടും ബീഫും. ഞങ്ങൾ വന്ന ടൈമിൽ ഇതേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ ക്യൂ ഒക്കെ നിന്നിട്ട് സംഭവം വാങ്ങി ഗൈസ്. ഞങ്ങൾ വാങ്ങിയത് പുട്ടും ബീഫ് കറിയും പുട്ടും ചിക്കൻ കറിയും പിന്നെ ഒരു നെയ്ച്ചോറും ചിക്കൻ 65 ആണ്. പിന്നെ 3 ചായ. ഇവിടുത്തെ ബീഫ് കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ആ കളർ കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. ബീഫ് കറി മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ കറിയും അടിപൊളിയാണ്. ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ കഴിക്കാനും അടിപൊളിയാണ്. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനെ പോലെയല്ല കേട്ടോ ഗൈസ്, ഇവിടെ എപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കാണ്. നമുക്ക് നിൽക്കാനിരിക്കാൻ ഒന്നും സ്പേസ് ഇല്ലാത്ത പോലെയായിരുന്നു പഴയ റെസ്റ്റോറൻറ്റിൽ. അതുകൊണ്ട് തന്നെ ആവാം അവരിവിടെ പുതിയ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം സ്പേസോട് കൂടെ അവർ സെറ്റ് ചെയ്തത്. നമ്മൾ കഴിക്കാൻ ഇരുന്നപ്പോൾ തുടങ്ങിയ തിരക്കാണ് ഗൈസ്. കഴിച്ച് കഴിഞ്ഞിട്ടും ഇവിടുത്തെ തിരക്ക് ക്യൂ ഒന്നും കുറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. സോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കലൂർ കത്രിക്കടവ് റോഡിലെ ശ്രീധരേയം ആയുർവേദിക് ഐ ഹോസ്പിറ്റലിലെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ആണ്. സോ ഗൈസ് മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞ പുട്ടും ബീഫും അത് മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.